ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളെ വീഡിയോ അക്രലിക്കിലൊരു A4 സൈസ് സ്റ്റാൻഡ് ഡ്രോയിങ് ചെയ്ത് ലേസർ മെഷീനിൽ കട്ട് ചെയ്ത് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡോബ് ഇല്ലുസ്ട്രേറ്ററാണ്. ഇതാണ് ഇല്ലുസ്ട്രേറ്റർ. ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ബേസ് പാർട്ടിൻ്റെ ഒരു വരയ്ക്കണം. ബേസായിട്ട് ഹോൾഡ് ചെയ്തൊക്കെ ഉള്ള പാർട്ട് വരയ്ക്കുകയാണ്. അതിൻ്റെ സൈസ് നമ്മൾ മില്ലിമീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 210 mm 70 mm കൊടുക്കണം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പാർട്ട് 297 ആണ് A4 വരിക. നമ്മൾ 303 mm കൊടുക്കണം. ചിലപ്പോൾ ബെൻഡ് ചെയ്ത് വരുമ്പോൾ ടൈറ്റ് ആവും. ഒക്കെ 303 mm കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യാനുള്ള സൈസും കൂടി അവിടെ കൊടുക്കുന്നത്. അത് 285 mm കൊടുക്കുന്നു. താഴെ വരെ മുട്ടിപ്പോവും. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഒരു റെക്റ്റാങ്കിളാക്കി വരച്ചെടുക്കും. ഇതിപ്പോൾ 3 പാർട്ടായിട്ടാണ് വരച്ചത്. ഇതിന് ഇത് ഒറ്റ പീസാക്കി വരയ്ക്കും. ഒരു റെക്റ്റാങ്കിളാക്കി വരച്ച് കീഴെയുള്ളത് നമ്മൾ താഴത്തെ ലൈന് അതിനെ റിമൂവ് ചെയ്യും. ഓക്കെ, നടുക്ക് നമ്മൾ അവിടെയാണ് ബെൻഡിങ് വരുന്നത്. അപ്പോൾ അവിടെ 2 ലൈന് മാർക്ക് ചെയ്യാം. അവിടെ ഇവിടെയാണ് ബെൻഡിങ് വരിക. 2 ലൈനിലാണ് ബെൻഡിങ് വരുന്നത്. അപ്പോൾ അത് 2 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് താഴത്തെ ഫസ്റ്റ് വരച്ചത് റിമൂവ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനോടൊരു പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ടൊരു നോച്ച് കട്ടിങ് കൊടുക്കണം, ഒരു ഫിംഗർ കട്ടിങ് കൊടുക്കണം. അതിനൊരു റൗണ്ട് വരച്ച് 20 mm ഡയയിൽ റൗണ്ട് കൊടുത്ത് അത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏകദേശം അതിൻ്റെ സെൻറ്ററാക്കിയിട്ട് വെച്ചാൽ മതി. ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്കാം. ഞാനിപ്പോൾ ഏകദേശം അതിൻ്റെ സെൻറ്ററാക്കി വെക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ എടുക്കും. ഇതാണ് ഫൈനൽ A4 സൈസിൻ്റെ ഡ്രോയിങ് വരിക, സൈസ് വരിക. ഓക്കെ, ഇനി നമ്മളിതിപ്പോൾ ലേസർ കട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ വരച്ച ഫയൽ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഫയൽ. ഇത് നമുക്കിനി ഷീറ്റ് എങ്ങനെ മെഷീനകത്ത് വെക്കേണ്ട അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുക എന്താണെങ്കിലും ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഷീറ്റിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമ്മളിവിടെ സ്പീഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. സ്പീഡ് കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും, പവർ അഡ്ജസ്റ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ ഇവിടെ റെഡിയാക്കും. ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോൻ്റെ ഫസ്റ്റിൽ കണ്ട പോലത്തെ അക്രലിക്കിൻ്റെ മേക്കിംഗ് വീഡിയോസ് നമുക്കൊരുപാട് ഇനിയും ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രചോദനമാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ലേസറിൽ സോഫ്റ്റ്വെയറിൽ കൊടുത്ത ഫയൽ മെഷീന് വന്ന് 2 ലൈൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്ലൈന് കട്ടായിട്ട് വരും ഇനി അടുത്തത്. ഓക്കെ, ഈ A4 ഫോൾഡർ എന്ന് പറയുന്നത് അക്രലിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ജോബ് മാത്രമാണ്. അടുത്തത് നമുക്ക് കൂടുതലായിട്ടുള്ളൊക്കെ വീഡിയോസൊക്കെ നമുക്ക് ഇനി ചാനലിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് കട്ടായിട്ടുണ്ട്. ഇനി നമ്മളിത് ബെൻഡ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ ആ ലൈന് മാർക്ക് ചെയ്ത ആ ലൈന് നമ്മൾ ബെൻഡ് മെഷീൻ്റെ സെൻട്രലായിട്ട് വെക്കുന്നു. ഹീറ്ററിൻ്റെ അവിടെ വെച്ച് ഫസ്റ്റത്തെ പാർട്ട് നമ്മൾ ബെൻഡ് ചെയ്ത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. കൂടുതൽ പീസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളവിടെ ക്ലിപ്പൊക്കെ ഇട്ട് വയ്ക്കും. ഒരു പീസല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ താഴത്തെ പാർട്ടും കൂടി നമ്മൾ ബെൻഡ് ചെയ്തു. ഇങ്ങനെ ഉണ്ടാവും ഫൈനൽ. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഇനി പേപ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയർ നമുക്ക് എങ്ങനെ വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉണ്ടാവും ഫൈനലായിട്ട് കാണാൻ. ഓക്കെ, ഇതാണിപ്പോൾ പേപ്പർ റിമൂവ് ചെയ്ത ഉള്ള വ്യൂ ഇങ്ങനെ ഉണ്ടാവുക A4 സൈസിൻ്റെ. ഇനി ഇതിനകത്ത് നമുക്ക് പേപ്പർ എന്തെങ്കിലും ഇട്ട് നോക്കിയിട്ട് എങ്ങനെ ഫിനിഷിങ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ബ്രോഷറുകളോ എന്തെങ്കിലും പിക്ചറുകളോ ടേബിൾ ടോപ്പിൽ വെക്കാനുള്ള എന്തെങ്കിലും ഡിസ്പ്ലേയോ ഒക്കെ നമുക്കിങ്ങനെ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും.